ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു സ്റ്റിക്കറൊക്കെ ചെയ്ത് കൊടുക്കുമല്ലോ നമുക്ക് കസ്റ്റമേഴ്സിനൊക്കെ, അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാമല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പിക്സാർട്ട് ആപ്പാണ്. അപ്പോൾ പിക്സാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ മേളിലൊരു സ്കിപ്പ് ബട്ടൺ ഉണ്ടാവും, ആ സ്കിപ്പ് ബട്ടൺ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. അതിൻ്റെ മേളിലായിട്ടൊരു ഇൻഡ്യൂ ബട്ടൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് അടിച്ചു കൊടുത്തേക്കുക. അതിനുശേഷം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അലോ ചെയ്ത് കൊടുക്കണം നമ്മൾ ഫോട്ടോസും കാര്യങ്ങളുടെ ഇതൊക്കെ. പിന്നെ ഇതൊന്ന് ഇൻഡ്യൂ ചെയ്ത് വീണ്ടും കൊടുക്കുക. സ്റ്റാർട്ട് എഡിറ്റിങ്ങിൻ്റെ സൈഡിലായിട്ടൊരു ഇൻഡ്യൂ ബട്ടൺ ഉണ്ട്, അതും കൂടി ഒന്ന് അടിച്ചു കൊടുത്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളുടെ ഫോട്ടോ, ആ ഒരു ഫോട്ടോ ആണ് നമുക്കിപ്പോൾ സ്റ്റിക്കർ ആക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യുക. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണമല്ലോ, ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റിയെടുക്കണം. അപ്പോൾ ഇവിടെ ഇൻഡ്യൂ അടിച്ചു കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ ഫോട്ടോ. നമുക്ക് ഇത് ഏറ്റവും അറ്റത്തായിട്ട് ഫ്രീ ക്രോപ്പ് ഉണ്ടാവും. സ്റ്റിക്കറല്ല, സോറി, അറിയാൻ എടുത്താണ് കേട്ടോ. ഫ്രീ ക്രോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് മുമ്പായിട്ട് ഇത് നമുക്കൊന്ന് കാർട്ടൂൺ രീതിക്കാക്കണം. അപ്പോൾ എഫക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ സ്കെച്ച് എന്ന് പറയാണ്ടില്ലേ താഴെ തന്നെ, അതിൽ സ്കെച്ചിൽ രണ്ടാമത്തെ കാർട്ടൂൺ 2 എന്ന് പറയാണ്ടല്ലോ, അതൊന്ന് സെലക്ട് ചെയ്താൽ മതി. ഇതിൽ വലിയ വ്യത്യാസം എനിക്ക് വന്നതായിട്ട് തോന്നിയില്ല, ഈ ഒരു ഫോട്ടോ ആയതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഒറിജിനൽ ഫോട്ടോസ് ആണെങ്കിൽ അതിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ ഈ ഒരു ഫോട്ടോ ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തതാണ്. അതിൻ്റെ ടിക്കറ്റ് കൊടുക്കുക. അതിന് ശേഷം നമ്മളിതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ആ ഒരു ഫോട്ടോ. എന്നിട്ട് വേണം നമുക്ക് ക്രോപ്പ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഒന്നും കൂടി ബാക്ക് പോവുക, ക്ലോസ് കൊടുത്തിട്ട് ബാക്ക് പോവുക. അതിന് ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു പ്ലസ് ഐക്കണിൽ എടുത്ത് കൊടുക്കാണ്ട് മേളിലേക്ക് പൊക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാണാം. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ് ഇപ്പോൾ നമുക്ക് ആവശ്യം. അപ്പോൾ വൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇൻഡ്യൂ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വരുമ്പോഴൊക്കെ നമുക്ക് ഇൻഡ്യൂ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതേ ഇങ്ങനെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരും. അപ്പോൾ നമുക്ക് ഇതിൽ താഴെയായിട്ട് ആഡ് ബട്ടൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഫോട്ടോയിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചാണ് ആ ഫസ്റ്റ് ഫോട്ടോ അവിടെ കിടക്കുന്നുണ്ടാവും. അതൊന്ന് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ താഴെ വന്നേക്കണുണ്ട് നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോ. മേളിൽ ഒരു ആഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആഡ് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് അവിടെ 1 എന്ന് വന്നേക്കണേ. അപ്പോൾ നമുക്കത് വലുതാക്കി ഒക്കെ കൊടുക്കാം. പിന്നെ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സൈസ് ഒന്ന് വലുതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈസ് വെച്ച് സെറ്റ് ചെയ്യാം. ഇനി നമ്മളത് ക്രോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ താഴത്തെ ഒരിത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഫ്രീ ക്രോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ലേ, ഈ ഏറ്റവും അറ്റത്ത് ഫ്രീ ക്രോപ്പ്, ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. കാണുന്നുണ്ടാവില്ലേ, എൻ്റെ സൂം ഔട്ടായി പോകണം. ഫ്രീ ക്രോപ്പ് എന്നുള്ളൊരു അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമുക്കത് ഇൻഡ്യൂ അടിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ അതങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇൻഡ്യൂ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പേഴ്സൺ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഔട്ട്ലൈൻ കൊടുക്കാം കേട്ടോ. പേഴ്സൺ എന്നുള്ള മാത്രം ഓപ്ഷൻ സെലക്ട് ചെയ്താലും മതി. ഞാനത് സെലക്ട് ചെയ്തെന്ന് കരുതി, അത് വിട്ടുപോയി. ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു ഫോണിൽ ഷൂട്ടും ചെയ്യുന്ന, ഒരു ഫോണിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളതൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, സെലക്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ ഇനി പകുതി ഭാഗം ചെയ്യാത്ത പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ടിക്ക് മാർക്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ പേഴ്സൺ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ടിക്ക് മാർക്ക് ചെയ്തപ്പോൾ ആ കുറച്ചൊരു കഷ്ണം പോലെ ഇല്ലാത്തത് കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. ആ പേഴ്സൺ എന്നുള്ളൊരു ഓപ്ഷനില്ല ഫ്രീ ക്രോപ്പ് എടുക്കുമ്പോൾ, അത് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നമുക്ക് ആ ഒരു എത്രയോ സൈസ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റിക്കർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു സ്റ്റിക്കർ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റിക്കറിൽ കണ്ടിട്ടില്ലേ, എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്.
ഇപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഫ്ലവർ ബൊക്കറ്റ് എന്നാണ് സെർച്ച് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഷേക്ക് ആവുന്നുണ്ടാവും, കാരണം രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യണമെന്നുണ്ടാവും കേട്ടോ. എനിക്കിപ്പോൾ രണ്ടിൽ നോക്കിയിട്ട് ക്യാമറ കിട്ടുന്നുണ്ടോ എല്ലാം നോക്കണമല്ലോ. അപ്പോൾ അതാണ് ഫ്ലവർ ബൊക്കറ്റ് എന്ന് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേനാ കുറച്ചധികം ഇങ്ങനെ ബൊക്കറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഭംഗിക്ക് വേണ്ടി കൊടുക്കുന്നതാണ്, അല്ലാതെ നമ്മൾ കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കാണുന്നുണ്ടായില്ലല്ലേ, ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അതൊന്ന് സൈഡ് അടിച്ച് കൊടുക്കുക, ഒരു സൈഡിൽ വെക്കുക. വീണ്ടും ആ സ്റ്റിക്കർ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നത് വീണ്ടും വരും കേട്ടോ. എന്നിട്ട് നമ്മൾ അടുത്തൊരിത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ ഒരു ബ്രൗണാണ് സെലക്ട് ചെയ്തത്, ബ്രൗണാന്ന് തോന്നുന്നു. അത് സെലക്ട് ചെയ്തിട്ട് അതും ഒരു സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. സൈഡിൽ അതിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ആ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഇനി നമ്മൾക്ക് എന്തെങ്കിലും ബൊക്കറ്റല്ല ചോക്ലേറ്റ് അവർന്നോ അങ്ങനെയൊക്കെ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് കൃത്യമായിട്ട് അടിക്കുന്ന ഒരു ഐഡിയ ഇല്ലാതെയാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഹാമ്പർ എന്നൊക്കെ അടിച്ചു കൊടുക്കാമെന്ന് കരുതി അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്, സെർച്ച് ചെയ്ത് കൊടുത്തിട്ടോ. വെറും ചോക്ലേറ്റ്സാണ് വന്നത്, വെറുതെ ചോക്ലേറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്കതിൽ ആഡ് ചെയ്യാൻ പറ്റിയതായിട്ടൊന്നും ഉണ്ടായില്ല. വെറുതെ ചോക്ലേറ്റ് ആഡ് ചെയ്തോ ഒരു ഇതില്ലല്ലോ. പിന്നെ അത് മാറ്റി അടിച്ചു കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ബൊക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട, അപ്പോൾ ഇങ്ങനത്തെ ഒരു ടവർ പോലത്തെ സംഭവം വന്നിട്ടുണ്ടോ, ചോക്ലേറ്റ് ടവർ നമ്മൾ ചെയ്ത് കൊടുക്കില്ലേ, അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ആ ഒരു സൈഡിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് മാറ്റി മാറ്റിയൊക്കെ ചെയ്ത് കൊടുക്കുക. ഞാൻ അടുത്തത് ഈ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ഇത് മേളിൽ കണ്ടില്ലേ, ആ ഒരു ഇത് കൊടുക്കാമെന്ന് കരുതി ആ ഒരു ഇത് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഒന്ന് പതിയെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് കൊടുത്തു. നെക്സ്റ്റ് വേറെയും അതേപോലെ ഒരു ബൊക്കറ്റ് തന്നെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ സേവ് ദി ഡേറ്റ് എന്ന് അടിക്കാനാണ് പോണത്. എന്താ അടിക്കേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പോൾ സേവ് ദി ഡേറ്റ് ഫ്രെയിമിൽ നിന്ന് അടിച്ചിട്ട് ഇതിൽ വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സേവ് ദി ഡേറ്റ് എന്ന് അടിച്ചു കൊടുക്കാൻ നിർത്തി. സേവ് ദി ഡേറ്റ് വെഡ്ഡിങ്സ് എന്നാണ് വന്നത്. ഞാൻ സേവ് ദി ഡേറ്റ് എന്ന് മാത്രമാക്കി. അപ്പോൾ ഇങ്ങനെ കുറേ സേവ് ദി ഡേറ്റ് എന്ന് പറയാൻ എഴുതിയത് വെറുതെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടോ. പിന്നെ കുറച്ചധികം ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു യെല്ലോ ടച്ച് ഉള്ളത് ഉണ്ടോ, ഒരു ഗോൾഡൻ ടച്ചൊക്കെ ഉള്ളത് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ചെറുതായി കൊടുക്കുമ്പോൾ മറ്റേ ആ ബൊക്കറ്റ് എൻ്റെ സൈഡിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കിയിട്ട് കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഇടയിലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് ഇമോജീസും സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പേരടിക്കാനാണ് പോണത്. പേര് താഴെ തന്നെ ഒരു ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആളുടെ പേര് എന്താണെന്ന് എനിക്ക് മെസ്സേജ് ചെയ്തത് ഞാൻ തപ്പം നോക്കുന്ന കേട്ടോ. ഓക്കെ ഫെയറി ക്രാഫ്റ്റ് എന്നാണ്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതടിച്ചു കൊടുത്തു. നമുക്ക് ആ ടിക്ക് ഇട്ട് കൊടുത്തിട്ട് താഴെ ഇപ്പോൾ ഇഷ്ടമാതിരി ഫോണ്ട് വരും. അപ്പോൾ നമുക്ക് ആ ഫോണ്ട് ഒന്ന് മാറ്റി മാറ്റി കൊടുക്കാം. ഉണ്ടാവും ഫോണ്ട് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു ഫെയറി ക്രാഫ്റ്റ് ബൈ റിച്ചു എന്നാണ്. അപ്പോൾ ഞാൻ ബൈ റിച്ചു എന്നുള്ളത് ഞാൻ ഇപ്പോൾ വേറെ രീതിയിൽ കൊടുക്കാമെന്ന് കരുതി. സൈഡിൽ കൂടെ മോൻ്റെ കൊച്ചേക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ബൈ റിച്ചു എന്ന് ഞാനിങ്ങനെ അടിച്ചു കൊടുക്കും. അതുകൊണ്ട് അതിൻ്റെ ഫോണ്ട് ഞാൻ വേറെ അടിക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ അതിൻ്റെ ഫോണ്ട് ഞാൻ വേറെ അടിച്ചു കൊടുക്കാമെന്ന് കരുതി കേട്ടോ. ഞാൻ താഴെ വെച്ച് കൊടുത്ത് സെയിം തന്നെ ആയിക്കാൻ വലിയ ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുകയാണ്. അപ്പം എനിക്കിത് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനത് സെറ്റ് ചെയ്തു.
ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. ആദ്യം ടിക്കറ്റ് കൊടുത്തിട്ട് പിന്നെ വരുന്ന ഡൗൺലോഡ് ഓപ്ഷൻ. ഇടയ്ക്ക് നമ്മൾ ടിക്കറ്റ് കൊടുത്താൽ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. പിൻട്രസ്റ്റിന് പിക്സാർട്ടിന് അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് ബാക്ക് കൊടുത്തിട്ട് വേറെ എന്തൊക്കെയോ വന്നു. എന്നിട്ട് ഡൗൺലോഡിൻ്റെ ബട്ടൺ കണ്ടോ, അത് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. നമുക്കത് ഗാലറിയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.